പണ്ട് ഫസ്റ്റ് ക്ലാസ്സിലാണ് പറഞ്ഞായിരുന്നു, നിങ്ങളൊരു ക്ലാസ്സിൽ കയറിയിട്ട് നിങ്ങളുടെ ഫാനിന്റെ ക്ലാസ്സിലെ റൂമിലെ ഫാനിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നേരെ അടിയിൽ പോയിട്ട് തന്നെ നോക്കണം. ഒരിക്കലും ക്ലാസ്സിന്റെ ഫ്രണ്ട് ഡോറിൽ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിലെ ഫാനിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല, എത്ര ഡിസ്റ്റൻസിലാണെന്നൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് നമ്മൾ അടിയിൽ തന്നെ പോയി നോക്കണം. അതേ സെയിം എഫക്ട് തന്നെ. അപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു ഒബ്ജക്റ്റിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ആ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്കൊരു വെർട്ടിക്കൽ പ്ലെയിൻ അത് നമുക്ക് നേരെ നോക്കാം. സോ വി നോ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നോ നീഡ് ഓഫ് റൊട്ടേഷൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ വ്യൂ ഐ സൈറ്റിന് പാരലൽ ആയിട്ട് നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിൻ പിടിക്കാം. So horizontal plane we have to rotate to get the projection. നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊജക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ക്വാഡ്രന്റിൽ വരുമ്പോഴും അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ്, ഈ 4 ക്വാഡ്രൻസ് ഉണ്ട്, 4 ക്വാഡ്രൻസ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കും, ആ ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലെയിൻസിലേക്ക് പ്രൊജക്ട് ചെയ്യും, അങ്ങനെ പ്രൊജക്ഷൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യണേ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയും, അതേപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വാഡ്രൻസിലും വെക്കുമ്പോൾ നമുക്ക് ഓരോ പ്രൊജക്ഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ ഒബ്ജക്റ്റ് വെച്ചു, അപ്പൊ അതിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പ്രൊജക്ഷൻ ഇവിടെ കിട്ടി, അപ്പോൾ വേറൊരു പ്രൊജക്ഷൻ നേരെ ഇവിടെ ടോപ്പിൽ കിട്ടി. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ ഈ നമ്മുടെ താഴേക്ക് പോവോ മേലേക്ക് പോവോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നിങ്ങൾക്ക് ഫിഗേഴ്സ് ആയിട്ട് കാണിച്ചു തരും. പഴയ പോലെ ഒരു ക്വിസ് ആണ്, ആ ക്വിസിൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ABCDEFG അങ്ങനെ PQRS അങ്ങനെ കുറച്ച് പോയിന്റ്സ്. ഓരോ പോയിന്റിന്റെയും ഒരു XY ലൈൻ ഉണ്ടായിരിക്കും, ആ XY ലൈനിന്റെ മേലെയോ താഴെയോ അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും കൂടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്നതിന് പകരം ഫ്രണ്ട് വ്യൂവിനെല്ലാം ഒരു ഡാഷ് ടേംസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. %. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കാണാൻ പറ്റും. സോ ദാറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ഇസ് കോൾഡ് XY ലൈൻ. ഓക്കെ, ചിലപ്പോൾ XY എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ XY X മാത്രം ഉണ്ടാവുള്ളൂ, വഴി മാത്രം. ഞാൻ ഓരോ ഫിഗറും കട്ട് ചെയ്തെടുത്തതാണ്, അപ്പൊ അത് കുറച്ച് ചിലതിലൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിലും എന്തായാലും ഒരു റെഫറൻസ് ലൈൻ കാണാൻ പറ്റും. പിന്നെ അതിന്റെ ടോപ്പിലോ ബോട്ടത്തിലോ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് ചില കേസ് ഇപ്പോൾ പോയിന്റ് A ആണെങ്കിൽ ഒരു പോയിന്റ് അവിടെ സിംപ്ലി A എന്ന് മാർക്ക് ചെയ്യുന്നുണ്ടാവും, അടുത്ത പോയിന്റ് അവിടെ സിംപ്ലി A' എന്ന് മാർക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പോയിന്റ് B ആണെങ്കിൽ ഒരു പോയിന്റ് അവിടെ പോയിന്റ് B എന്ന് മാർക്ക് ചെയ്യുന്നുണ്ടാവും, അതിന്റെ തന്നെ സെയിം ലൈനിൽ വേറൊരു പോയിന്റ് B' എന്ന് മാർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണതിന് മുന്നേ ജസ്റ്റ് മനസ്സിലാക്കാം, നമ്മൾ ടോപ്പ് വ്യൂവിന് പകരമാണ് സിംപ്ലി ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് വിത്തൗട്ട് ഡാഷ് ഇല്ലാത്ത ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ A എന്നുള്ള പോയിന്റിന്റെ ടോപ്പ് വ്യൂ ആണ് ഇത്, A എന്നുള്ള പോയിന്റ് ഫ്രണ്ട് വ്യൂ ആണ് A', ടോപ്പ് വ്യൂ ആണ് A. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തരുള്ളൂ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റണം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. A', ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മുടെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിന്റെ മേലെ പോയി. 2 പ്ലെയിനുകൾ ഉണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ടായിരുന്നു. നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ടായിരുന്നു. പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ആ പോയിന്റിന്റെ ഒരു പ്രൊജക്ഷൻ ഇവിടെ കിട്ടി, നമ്മൾ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യില്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ നോർമലി ഈ പോയിന്റ് താഴേക്ക് വരേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇവിടെ വരച്ച ഫിഗറിൽ 2 പോയിന്റും മേലെയാണ് കിട്ടിയത്. അപ്പൊ ഏത് ക്വാഡ്രന്റിൽ വെക്കുമ്പോഴാണ് ആ 2 പോയിന്റും മേലെ കിട്ടുക? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എത്ര ആൾക്കാർ ക്യാച്ച് ചെയ്യാൻ പറ്റും നോക്കുക. 5 ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഇതുണ്ടായിരിക്കുമല്ലോ,
ക്വസ്റ്റിനില് ഒന്നെങ്കിൽ പോയിന്റ് എ ആണെങ്കിൽ എ എന്നും എ ഡാഷ് എന്നും മാർക്ക് ഉണ്ടാവുക. അപ്പൊ എ എന്നുള്ളത് ടോപ്പ് വ്യൂ ആണ്, എ ഡാഷ് എന്നുള്ളത് ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ ബി ഉണ്ടായിരിക്കും, സി ഉണ്ടായിരിക്കും, ഡി ഉണ്ടായിരിക്കും. ഡി ആണെങ്കിൽ ഡി ഡാഷ് എന്നുള്ളത് ഫ്രണ്ട് വ്യൂ ആണ്, സിംപ്ലി ഡി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയും എക്സ് വരേന് മുകളിലാണോ താഴെയാണോ നോക്കിയിട്ടായിരിക്കും നമ്മൾ പറയേണ്ടത് വെദർ ഇറ്റ് ഈസ് വിച്ച് കോഡ്, ഏത് ക്വാർട്ടറിലാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ക്വസ്റ്റിന്റെ ലിങ്ക് ഇതിലിടാം, നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, നോക്കിയിട്ട് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? അറ്റംപ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? ആൾക്കാർ കുറവാണ്. എന്താ പവർ ഫെയിലിയർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എൻ്റെ ഇവിടെയൊക്കെ രാത്രി 1 മണിയാകുമ്പോഴേക്കും കറണ്ട് പോയിട്ടില്ലാണ്, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ KSEB ഓഫീസിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ലൈൻ കട്ടായിരുന്നുണ്ട്, സമയം എടുക്കുന്നെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്കുള്ള പോലെ നമുക്ക് ചെയ്യാം. സോറി സാർ, വാട്ട് ഹാപ്പൻസ്? സാറിന് ടൈപ്പ് ചെയ്തതിനാണോ സോറി സാർ പറഞ്ഞത്? അപ്പൊ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പൊ ആ ലിങ്കിൽ കയറിയിട്ട് ചെയ്ത് നോക്കുക. ഞാനൊരു 3 മിനിറ്റ്സ് ആയിരുന്നു, ഇപ്പൊ 10:24 ആയി. നമുക്കൊരു 10:27 വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടോപ്പ് വ്യൂ എ, ഫ്രണ്ട് വ്യൂ എ ഡാഷ്. ഓക്കെ, അതാണ് ടോപ്പ് വ്യൂ ആണ് ഡാഷില്ലാത്ത ടേംസ്, ഫ്രണ്ട് വ്യൂ ആണ് ഡാഷിലുള്ള ടേംസ്. എ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എ ഡാഷ് ഈസ് ഫോർ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് എ ഈസ് ഫോർ ദ ടോപ്പ് വ്യൂ.
ഫിനിഷ് ഗുഡ്. ഓക്കെ, രണ്ടാൾ ഫിനിഷായി. സോ നമുക്കൊരു 30 seconds കൂടി കൊടുക്കാം. നെറ്റ് പോയി, എക്സാം കിട്ടിയില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? കുറെ ആൾക്കാരൊക്കെ സബ്മിറ്റ് ചെയ്തോ പ്രതീക്ഷിക്കുന്നു. ഞാൻ നോക്കിയോട്ടെ എത്ര ആൾക്ക് സബ്മിറ്റ് ചെയ്തെന്ന്. ഓൺലി 19. ഒരു 20 is ടോട്ടൽ സബ്മിഷൻ. 20 പോരല്ലോ, നമ്മളിപ്പോ ഓൾറെഡി ഒരു 51 ആൾക്കാരുണ്ട്. 50% ആൾക്കാർ സബ്മിറ്റ് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഐ വിൽ വെയിറ്റ്. കുറച്ചു നേരം വേണ്ടി വെയിറ്റ് ചെയ്യാം. ശ്രദ്ധ പിടിക്കണ്ട, കുറച്ചു നേരം വേണ്ടി വെയിറ്റ് ചെയ്യാം. നെറ്റ് പോയിച്ച് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 28 റെസ്പോൺസ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 1 minute കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം, കാരണം നമ്മളതിൽ തെറ്റുകളൊക്കെ പറ്റും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ, ഇപ്പോ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു 2 പ്ലെയിൻസിന്റെ പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹൈ ലെവലിൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഇതിന് വേണ്ടി കുറച്ചുകൂടി ക്ലാസ് ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റണം, കാരണം ഇതില് കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് പഠിച്ചോ നോക്കുക. പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിലുള്ള മിസ്സിങ്ങുകൾ പഠിക്കുക. അതുകൊണ്ട് പേടിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്യാം. അറിയണം സബ്മിറ്റ് ചെയ്യാം, അറിയാത്ത വിടുക. ഇനി ഇന്നും ചിലപ്പോൾ കുറെ ആൾക്കാർ കുറച്ച് പുതിയത് വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ. അവർക്ക് ചിലപ്പോൾ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, 31, 32 റെസ്പോൺസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 15 seconds. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 34 റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും പിന്നെ എപ്പോഴെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ചെയ്യുന്നവർക്ക് നമുക്ക് അവിടെ നിർത്താം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്വാഡ്രൻസ്, അതിന് മുന്നേ ഈ ക്വാഡ്രൻസ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ 4 ക്വാഡ്രൻസ്. ഫസ്റ്റ് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 4 ക്വാഡ്രൻസ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. 4 ക്വാഡ്രൻസ്.
ഈ 4 ക്വാഡ്രൻസ് നമ്മൾ ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻസ് വരാൻ നോക്കാം. ഇതായിരുന്നു നമ്മുടെ 4 ക്വാഡ്രൻസ്. നമുക്ക് നമ്മൾ കാണുന്ന വ്യൂ ആയിട്ട് പണ്ട് പഠിച്ച എക്സ് ആക്സും വൈ ആക്സും വെച്ച് വരയ്ക്കാൻ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ആയിട്ട് വരയ്ക്കാം. ഓരോ ക്വാഡ്രന്റിലും ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രൊജക്ഷൻസ് വരിക നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും വെർട്ടിക്കൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മൾ എക്സ് വൈ ലൈനിന് പേര് കൊടുക്കുക. ഇവിടെ എക്സും വൈൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും വെർട്ടിക്കൽ പ്ലെയിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മൾ എക്സ് വൈ ലൈനിന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റിന് ഞാൻ എ എന്ന് പേരെടുത്തു. ആക്ച്വലി ഒബ്ജക്റ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. അതിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ പേര് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീണ്ടും നമ്മുടെ സൈഡ് വ്യൂവിൽ ഞാനിവിടെ വരച്ചു. ഒബ്ജക്റ്റിന് ഞാനിവിടെ എ എന്ന് പേര് കൊടുത്തു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, അപ്പൊ അതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രൊജക്ഷൻ ഇങ്ങോട്ട് വരും. വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു പ്രൊജക്ഷൻ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. കാരണം നമ്മൾ വി ആർ ലുക്കിംഗ് ഫ്രം ദ ഫ്രണ്ട് ആണ് നമുക്ക് ഈ വ്യൂ കിട്ടുക. അതായത് വെർട്ടിക്കൽ പ്ലെയിനും ഈ പോയിന്റ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷന്റെ നമുക്ക് കിട്ടുന്നത് ഈ വ്യൂവിലാണ് കിട്ടുക. ഓൾസോ വി ഗോട്ട് എ ഡിസ്റ്റൻസ്. നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് എത്ര ഡിസ്റ്റൻസ് മേക്ക് ചെയ്യണോ അതെല്ലാം നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൽ കിട്ടും. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷൻ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. ഫ്രണ്ട് വ്യൂവിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതാണോ പ്രൊജക്ഷന്റെ ഒറിജിനൽ നെയിം അതിന്റെ സ്മോൾ ലെറ്ററിൽ വിത്ത് ഡാഷ് അറ്റ് ദ ടോപ്പ്. ഓക്കെ, സിമിലർലി നമുക്കൊരു അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ ബി പ്രൊജക്റ്റിംഗ് ഫ്രം ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്തിട്ട് താഴെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടും. ആൻഡ് വിൽ ബി മാർക്കിംഗ് ദാറ്റ് പോയിന്റ് ആസ് ദ ടോപ്പ് വ്യൂ ഓർ വിൽ ബി മാർക്കിംഗ് ഇറ്റ് ആസ് സ്മോൾ ലെറ്റർ എ. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുക. ഇത് എത്രയാണ് ഡിസ്റ്റൻസ്? ഒരു 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ അത്ര ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിലാണ് കിട്ടുക. ഓക്കെ, അതുപോലെ ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റും വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് ഒബ്ജക്റ്റും ഹൊറിസോണ്ടൽ പ്ലെയിനും നമ്മൾ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ടിലുള്ള വെർട്ടിക്കൽ വാളിൽ ഒരു ക്ലോക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോക്ക് ചുമരിന്ന് എത്ര ഹൈറ്റിൽ നിന്ന് കാണണമെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലോക്കിന്റെ മുകളിൽ പോയി ഒന്നും നോക്കിയാൽ കിട്ടില്ല. ക്ലോക്കിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നേരെ നോക്കിയാലാണ് ആ ക്ലോക്കും വെർട്ടിക്കൽ വാളും നമ്മൾ ഡിസ്റ്റൻസ് കിട്ടുക. അതേപോലെ ഞാൻ പറഞ്ഞു, ഈ ഫാൻ നമ്മുടെ ഒരു വലിയ ക്ലാസ് റൂമിൽ വലിയ ഹാളിൽ ഒരു ഫാൻ ഉണ്ട്. ആ ഫാനിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഫാനിന്റെ ഏറ്റവും അടിയിൽ പോയി നോക്കണം, അല്ലെങ്കിൽ ഫാനിന്റെ ഏറ്റവും ടോപ്പിൽ പോയി നമ്മൾ നോക്കേണ്ടി വരും. വി ആർ ലുക്കിംഗ് ഫ്രം ദ ടോപ്പ് ആണ്. അപ്പൊ നമുക്ക് ഒരു വെർട്ടിക്കൽ വാൾ നമ്മൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഫ്രം ദ ടോപ്പ്. അപ്പൊ നമ്മൾ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒബ്ജക്റ്റിന്റെ 2 പ്രൊജക്ഷൻസ് മാർക്ക് ചെയ്തു, എയും ബി ഡാഷും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഏത് പ്ലെയിനെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക. ചാറ്റ് ഞാൻ ഇടയ്ക്ക് നോക്കാം, കാരണം ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ ചാറ്റ് അത്ര കണ്ട് കാണില്ല. ഓക്കെ, എന്തെങ്കിലും വെച്ച് വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി. കാരണം പെട്ടെന്ന് എപ്പോഴും ഞാൻ ചാറ്റ് നോക്കിക്കൊള്ളുന്നില്ല, കാരണം ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ ചാറ്റ് മിനിമൈസ് ആയി പോകും. ഓക്കെ, പിന്നെ തന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യണം. പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യില്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് താഴേക്ക് പോകും. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എ ഡാഷ് അവിടെ തന്നെ നിൽക്കും, ഫ്രണ്ട് വ്യൂവിന്റെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കും. സ്മോൾ ലെറ്റർ എ അത് എവിടെയാണെങ്കിലും റൊട്ടേറ്റ് ആവും. റൊട്ടേറ്റ് ആയിട്ട് ഇവിടേക്ക് വരും. അപ്പോൾ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള പോയിന്റും വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് ആവും. നമുക്ക് എ എന്നുള്ള പോയിന്റ് ഇവിടെ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് പ്ലെയിൻ റൊട്ടേഷനുള്ള കൺസെപ്റ്റ് വരുന്നത്. എക്സ് ആക്സ് വൈ ആക്സ് അതിന്റെ പ്രൊജക്ഷൻസ്. ഇനി തന്നെ 4 ക്വാഡ്രന്റ്സിൽ ഒബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റൊട്ടേഷൻ വരുന്നത് നോക്കാം. ആയത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് അത്രയും പോർഷൻ മാത്രം മതി. അപ്പൊ ആ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത്രയും പോർഷൻ മാത്രം മതി. അവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ടു വെച്ചു. നമുക്ക് ഒബ്ജക്റ്റിന് 2 പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. ഓൾറെഡി ഞാൻ അപ്പോൾ മാർക്ക് ചെയ്ത പോലെ തന്നെ പോയിന്റ് എക്ക് 2 പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. വി ആർ ലുക്കിംഗ് ഫ്രം ദ ഫ്രണ്ട്, വി ഗോട്ട് എ പ്രൊജക്ഷൻ. നമുക്ക് പ്രൊജക്ഷൻ നമ്മൾ പേര് കൊടുക്കും, എ ഡാഷ് എന്ന് പേര് കൊടുക്കും. ലുക്കിംഗ് ഫ്രം ദ ടോപ്പ് വി ഗോട്ട് അനദർ പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷൻ നമ്മൾ എ എന്ന് പേര് കൊടുക്കും. ഓക്കെ, ആ പ്രൊജക്ഷൻ നമുക്ക്
വരയ്ക്കാൻ വേണ്ടി പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ പ്ലെയിനിന്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവരണം. ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ സെന്റർ വെച്ചിട്ടാണ്. സെന്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണോ ഈ ഡിസ്റ്റൻസ് എത്രയാണോ സെയിം ഡിസ്റ്റൻസ് നമുക്ക് ഫ്രം ദ എക്സ് ആക്സിസ് ഇവിടെ നമുക്ക് കിട്ടും. ഇതിപ്പോ ഒരു 20 ആണെങ്കിൽ ഇവിടെ നമുക്ക് 20 കിട്ടും. ഈ ലൈനിനെ നമ്മൾ എക്സ് ലൈൻ മാർക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് വ്യൂല് ഈ ഡിസ്റ്റൻസ് കിട്ടും. ഏത്? ഫ്രം ദ എച്ച് പി. ഹൊറിസോണ്ടൽ പ്ലെയിൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂല് കിട്ടും ഫ്രം ദ എക്സ് വൈ ലൈൻ. ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസ് നമുക്ക് ടോപ്പ് വ്യൂല് കിട്ടും ഫ്രം ദ എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റ് നമ്മൾ എ എന്ന് പേര് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് പ്രൊജക്ഷൻസ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിൽ വെക്കാം. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ എന്താ? ഈ ഒരു പോർഷൻ മാത്രം മതി. അപ്പൊ ആ പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റ് കൊടുന്ന് വെക്കണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് കൊടുന്ന് വെച്ചു. ഒബ്സർവർ എപ്പോഴും എവിടെയായിരിക്കും? അല്ല, ഒബ്സർവർ എപ്പോഴും ഒബ്സർവറിന് രണ്ട് പൊസിഷനാണ്, ഒന്ന് ടോപ്പിലും ഒന്ന് റൈറ്റ് സൈഡിലും. അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റ് അവിടെ നിന്ന് എപ്പോഴും ഒബ്സർവർ നമുക്ക് നോക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബിഹൈൻഡ് വി പി, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പറയാ? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബോവ് എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി എന്ന് പറയും. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എങ്ങനെയാ? എച്ച് പി ആയിട്ടും മുകളിലാണ്. ഇതാണ് എച്ച് പിയുടെ മുകളിലാണ് അല്ലെ? ഇതാണ് വി പി. ഒബ്സർവർ ഇവിടെ നോക്കുമ്പോൾ ആദ്യം വി പി കാണും. വി പിയുടെ പുറകിലാണ് ഒബ്ജക്റ്റ്. സോ ഇറ്റ് ഈസ് ബിഹൈൻഡ് വി പി ആൻഡ് എബോവ് എച്ച് പി. അതാണ് അതിന്റെ പൊസിഷൻ. ഇനി അതിന് നമുക്ക് രണ്ട് പ്രൊജക്ഷൻസ് വരയ്ക്കാം. ഒരിക്കലും പ്രൊജക്ഷൻസ് എപ്പോഴും ഫോർവേഡ് മാത്രമല്ല, നമുക്ക് ബാക്ക്വേർഡും പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ പോയിന്റ് ഏറെ ബാക്ക്വേർഡ് പ്രൊജക്ട് ചെയ്തിട്ട് നമ്മുടെ റെഫറൻസ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. എവിടെയാണോ റെഫറൻസ് പ്ലെയിൻ, എവിടെയാണോ ഒബ്ജക്റ്റ് എന്ന് റെഫറൻസ് പ്ലെയിനിലേക്കാണ് എപ്പോഴും നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കുക. കഴിഞ്ഞ കേസിൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയായിരുന്നു പ്രൊജക്ഷൻസും വന്നത്. കാരണം ആദ്യം ഒബ്സർവർ വന്നു, പിന്നെ ഒബ്ജക്റ്റ് വന്നു, പിന്നെ പ്ലെയിൻ വന്നു. അപ്പോൾ അതുപോലെ ടോർച്ച് പോലെ ഇങ്ങനെ കറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിൽ വന്നു. ഇവിടെ ഒബ്സർവർ ഇവിടെ, പ്ലെയിൻ ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് പ്രൊജക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, ജസ്റ്റ് ഒരു മനസ്സിലാവാൻ വേണ്ടത് എന്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത് റെഫറൻസ് പ്ലെയിനിലേക്കായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ താഴേക്ക് പ്രൊജക്ട് ചെയ്തു, അതിന് എ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി റൊട്ടേറ്റ് ചെയ്യണം. എന്തിനാ റൊട്ടേറ്റ് ചെയ്യാം? വി പിനെ അല്ല റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് എച്ച് പിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എ ഡാഷിന്റെ പൊസിഷൻ അതേപോലെ നിൽക്കും. എയുടെ പൊസിഷൻ ഇത് എത്രയാണ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. കറക്റ്റ് തന്നെ ലൈൻ. ഈ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എത്രയാണോ, ഇത് എത്രയാണ് ഡിസ്റ്റൻസ്? ലെറ്റ് ഇറ്റ് ബി ഒരു 30 എന്ന് വെച്ചാൽ 30 mm ഉണ്ട്. സെയിം 30 വി ക്യാൻ ഒബ്സർവ് ഹിയർ ഓൾസോ. നമ്മൾ ഈ ലൈൻ എക്സ് വൈ ലൈൻ വരയ്ക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ഒബ്ജക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. ഫ്രണ്ട് വ്യൂല് വി ക്യാൻ സീ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ടോപ്പ് വ്യൂല് വി ക്യാൻ സീ ദ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിൻ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റിയത് ടോപ്പ് വ്യൂലാണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂലാണ്. Okay, this is the example for the second quadrant. And now comes the third quadrant. നമുക്ക് ഏത് പോർഷൻ ആവശ്യം? ഈ പോർഷൻ മാത്രം ആവശ്യമുള്ളൂ. ഈ പോർഷൻ മാത്രം ആവശ്യമുള്ളൂ. ഓക്കെ, ആ പോർഷൻ മാത്രം കൺസിഡർ ചെയ്തു. ഒബ്ജക്റ്റ് കൊടുന്ന് വെച്ചു, ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്തു. ഓക്കെ, ഈ കേസിൽ രണ്ടും ബാക്ക്വേർഡ് പ്രൊജക്ഷൻസ് വരുന്നത്. നമ്മൾ നോർമൽ ഒബ്സർവറിന്റെ ഒരു പൊസിഷൻ ഇവിടെയും ഒരു പൊസിഷൻ ടോപ്പിലായിരിക്കും. അപ്പൊ എപ്പോഴും ഇതിനെ ബാക്ക്വേർഡ് പ്രൊജക്ട് ചെയ്യണം, ഇതിനെയും ബാക്ക്വേർഡ് പ്രൊജക്ട് ചെയ്യണം. ഒബ്സർവർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. എച്ച് പിയുടെ താഴെയാണ്, അതുപോലെ വി പിയുടെ പുറകിലാണ്. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ഇറ്റ് ഈസ് ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി ആണ്. ഓക്കെ, അപ്പൊ രണ്ടും നോക്കുക. നമുക്ക് പ്രൊജക്ഷൻസ്, ബാക്ക്വേർഡ് പ്രൊജക്ഷൻസ് വരച്ചിട്ട് അതിനെ വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും പ്രൊജക്ട് ചെയ്യണം. വെർട്ടിക്കൽ പ്ലെയിനിലെ പ്രൊജക്ഷൻ നമ്മൾ അതേപോലെ ഡ്രോയിങ്ങിലേക്ക് എടുത്ത് വരയ്ക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിലെ പ്രൊജക്ഷൻ നമുക്ക് എച്ച് പിയിൽ കിട്ടി. എച്ച് പിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, എച്ച് പി എന്ന് പറയുന്നത് ടോട്ടൽ ഒരു വെർട്ടിക്കൽ
ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. HP നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഈ സൈഡ് ഡൗൺവേർഡ് പോകുമ്പോൾ ഈ സൈഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്വേർഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് ക്വാഡ്രന്റ് വന്നപ്പോൾ മനസ്സിലായതാണ്, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ HP-നെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് XY ലൈനിന് താഴെ കിട്ടും. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെ കിട്ടും, ടോപ്പ് വ്യൂ XY ലൈനിന്റെ മുകളിൽ കിട്ടും. എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിട്ടിയത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ XY ലൈനിന് മേലെ, ടോപ്പ് വ്യൂ XY ലൈനിന് താഴെ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് തേർഡ് ക്വാഡ്രന്റിൽ കിട്ടിയത്. ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെ, ടോപ്പ് വ്യൂ XY ലൈനിന് മുകളിൽ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഒബ്സർവർ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP. VP മുന്നിലാണ്, ബട്ട് ഈസ് ബിലോ HP യുടെ താഴെയാണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു, ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിലോ HP. ഫസ്റ്റ് വിൽ പ്രൊജക്ട് ദ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ പ്രൊജക്ട് ചെയ്തതിന് A' എന്ന് പേര് കൊടുക്കും. ആൻഡ് വിൽ പ്രൊജക്ട് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിലെ പ്രൊജക്ഷനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ഗോ ബിലോ ദ XY ലൈൻ. So for the fourth quadrant, both front view and top view will be below XY line. Okay, അപ്പൊ ഇതാണ് നമ്മുടെ 4 കൺസെപ്റ്റുകൾ. അപ്പൊ എന്തുകൊണ്ട് ഇത് എടുക്കാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചാൽ നമുക്ക് കുറച്ച് ഇമാജിനേഷൻ പവറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ചിലപ്പോൾ ഒരു ബൈ ഹാർട്ട് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. കാരണം ഗ്രാഫിക്സ് പരീക്ഷയ്ക്ക് ആരും പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി, നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അതിങ്ങനെ കുറച്ച് ട്രെയിൻ ചെയ്ത് ഓർക്കണം. അല്ലെങ്കിൽ കറക്റ്റ് ഒരു സ്റ്റെപ്പ് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഈസി മെത്തേഡ് പോലെ പറഞ്ഞു തരണമെന്നുണ്ടല്ലോ. കാരണം ഇതൊരു പറയുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇപ്പൊ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ വിച്ച് ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 30 mm എബോവ് HP. അപ്പൊ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. എബോവ് HP എന്ന് പറഞ്ഞാൽ എപ്പോഴും എബോവ് XY ലൈൻ ആയിരിക്കും. ബിലോ HP എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിലോ XY ലൈൻ ആയിരിക്കും. അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കാനുള്ള. അപ്പൊ അത് അങ്ങനെ ഒരിക്കലും നമ്മൾ പഠിച്ച് പോകരുത്. നമ്മൾ കൂടുതലും അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയാണ്, ടോപ്പ് വ്യൂ എവിടെയാണ് മനസ്സിലാക്കിയിട്ട് വരച്ചാല് നമുക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ട് മിനിയും ലൈൻസ്, പ്ലെയിൻസ് അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് ആവും. പോയിന്റ്സ് മറ്റേ ഷോർട്ട് കട്ട് വെച്ച് സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് പോകാം. അതൊരിക്കലും നമ്മൾ പറയില്ല. നമ്മൾ കൺസെപ്റ്റ് പഠിക്കാം. കൺസെപ്റ്റ് പഠിച്ചിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൺസെപ്റ്റിലാണ് നമുക്ക് ക്ലിയർ ആക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം അങ്ങനത്തെ അല്ല. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്കൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ, കാരണം നമുക്കൊരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഈ 4 ഇത് പറഞ്ഞില്ലേ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 4 ക്വാഡ്രന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ എൻ്റെ പ്രോജക്ട്സ് ചെയ്യാൻ കുറച്ച് സൈസ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കി വെക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുമായിരിക്കില്ലേ? നിങ്ങളുടെ ക്വിസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ക്വിസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പോയിന്റ് എ ഈസ് ഇൻ ദ ഏത് ക്വാഡ്രന്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? ഓക്കെ, നമ്മൾ നോക്കുക. പോയിന്റ് എ ഡാഷ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ എ എന്ന് പറയുന്നതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ എ നോട്ട് ഉണ്ട്, അതിന്റെ സൈഡ് വ്യൂ ആണ്. അത് നമുക്ക് നോക്കണ്ട, അവിടെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് എ ഡാഷും എ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ നോക്കാം. അപ്പൊ എ ഡാഷ് ഈസ് ദ ഫ്രണ്ട് വ്യൂ, എ ഈസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മുടെ റെഫറൻസ് ലൈനിന് മുകളിൽ, ടോപ്പ് വ്യൂ റെഫറൻസ് ലൈനിന് താഴെ. അപ്പൊ ഏതാ ക്വാഡ്രന്റ് നമ്മൾ പറയാം? ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന് മുകളിൽ, ടോപ്പ് വ്യൂ റെഫറൻസ് ലൈനിന് താഴെ. ഏത് ക്വാഡ്രന്റ് എന്ന് പറയും? 1, 2, 3, 4 ഏത് ക്വാഡ്രന്റാ?
ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന് മുകളിൽ, ടോപ്പ് വ്യൂ റെഫറൻസ് ലൈന് താഴെ. 1. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മുടെ അപ്പോ കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടൊക്കെ പോട്ടെ, ആ തെറ്റിച്ച ആൾക്കാർ ഇപ്പൊ ഒന്ന് മനസ്സിലാവുക നോക്കുക. മനസ്സിലായില്ല വെച്ചെങ്കിൽ ചാറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ വോയിസ് ഓൺ ചെയ്ത് ചോദിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പോയിന്റ് ബി ഈസ് ഇൻ ദ ഡാഷ് ക്വാഡ്രന്റ്. പോയിന്റ് ബിയുടെ പൊസിഷൻ നോക്കുക. അതിന് ബി എന്ന് എഴുതിയത് നമ്മുടെ റെഫറൻസ് ലൈനിന് മുകളിലാണ്, ബി ഡാഷ് എന്ന് എഴുതിയത് റെഫറൻസ് ലൈന് താഴെയാണ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ബി. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് മുകളിൽ, ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന് താഴെ. അപ്പൊ ഏതാ ക്വാഡ്രന്റ്? ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് മുകളിൽ, ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന് താഴെ. ടോപ്പ് വ്യൂ, അതെ, ഏതാണോ ഫസ്റ്റ് ക്വാഡ്രന്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് വരിക. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് മുകളിൽ, ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന് താഴെ. അതായത് നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ആണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് എ ഈസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്? ഇതില് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എ ഡാഷ് താഴെയാണ്, അതായത് ഇറ്റ് ഈസ് ബിലോ എച്ച് പി ആണ്. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ താഴെയാണ്. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ്. എപ്പോഴാണ് നമുക്ക് എക്സ് വൈ ലൈനിൽ ഒബ്ജക്റ്റ് കിട്ടുക? അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ വരും, അതെങ്ങനെയാണ് ചെയ്യാൻ. അപ്പോ നമുക്ക് അടുത്ത ഓപ്ഷൻ എ ഡാഷ് എക്സ് വൈ ലൈന് താഴെയാണ്. അപ്പൊ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? എച്ച് പി. എ ഡാഷ് എക്സ് വൈ ലൈന് താഴെ എ ഡാഷ് ബിലോ എച്ച് പി ആണ്. ബിലോ എച്ച് പി വരുന്നത് രണ്ട് ക്വാഡ്രന്റ്സ് ഉണ്ട്, രണ്ട് ക്വാഡ്രന്റ്സിൽ ബിലോ എച്ച് പി ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഒന്നെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ രണ്ടാമത്തെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ വന്നു. എപ്പോഴാണ് ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ വരിക? നമ്മൾ വീണ്ടും നമ്മുടെ പി പി ടി ഒന്ന് എടുത്ത് നോക്കാം. എപ്പോഴാണ് നമ്മുടെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ വരിക? ടോപ്പ് വ്യൂവിനെ നമ്മൾ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്ത് ടോപ്പ് വ്യൂവിന് നമ്മൾ മുകളിലേക്ക് എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു എ ഡാഷ് എക്സ് വൈ ലൈന് താഴെയാണ്. അപ്പൊ നമുക്ക് തേർഡോ ഫോർത്തോ ആവാം. തേർഡ് ക്വാഡ്രന്റില് എ എന്നുള്ള വാല്യൂ എക്സ് വൈ ലൈനിൽ വന്നു വിചാരിച്ചു. എ എന്നുള്ള വാല്യൂ എക്സ് വൈ ലൈനിൽ വന്നു. അപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോവുക? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടും പോവില്ല, അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. നമ്മുടെ പ്ലെയിൻസ് വെച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് വ്യൂവില് നമ്മൾ ടോപ്പ് നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ ലുക്കിംഗ് ഫ്രം ദ ടോപ്പ്, ഇവിടുന്ന് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ എവിടെയെങ്കിലും ഈ പ്ലെയിനിൽ എവിടെ വന്നാലും, അത് വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെ വന്നാലും നമുക്ക് ഇൻ ദ ടോപ്പ് വ്യൂ വി ക്യാൻ സീ ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ എക്സ് വൈ ലൈൻ. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ വരികയാണെങ്കിൽ അത് വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. എവിടെയാണെങ്കിൽ ആവട്ടെ, വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ആവാം അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് ആവാം. ആക്ച്വലി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ഓൺ ബി പി ആണ്, ആൻഡ് ഇറ്റ് ഈസ് ബിലോ എച്ച് പി. ഈ പോയിന്റിലായിട്ടാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ അവന് തേർഡ് ക്വാഡ്രന്റ് എഴുതിയാലും കറക്റ്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം ഒബ്ജക്റ്റ് കറക്റ്റ് ഇന്റർസെക്ഷൻ ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഇതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂലുണ്ട്. ഫ്രണ്ട് വ്യൂല് നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് എക്സ് വൈ ലൈനിൽ എപ്പോഴേലും കിടക്കുന്നുണ്ടാവും. അതിന്റെ മീനിങ് ഒബ്ജക്റ്റ് എച്ച് പിയിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂല് ഒബ്ജക്റ്റ് എക്സ് വൈ ലൈനിൽ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലൊരു ചോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയൊരു ബോളോ കോയിൻ എന്തെങ്കിലും വെച്ച് നോക്കാം. അപ്പൊ കോയിനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ പ്ലെയിനിൽ കോയിൻ ഇരിക്കുന്ന പോലെ തോന്നും. പ്ലെയിനിന് ഡിസ്റ്റൻസുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്ലെയിനിലാണ് കോയിൻ ഇരിക്കുന്നത്. ആ പ്ലെയിനിന് ഫ്രണ്ടിക്കോ ടോപ്പിക്കോ ഒന്നും നമുക്ക് കാണാനില്ല. ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ഒരു ലൈൻ പോലെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ബുക്ക് നമുക്കൊരു ലൈൻ പോലെയായിട്ട് കാണാൻ പറ്റും. ആ ലൈനിന്റെ മുകളിൽ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ വെർട്ടിക്കൽ പ്ലെയിനിലും അപ്ലിക്കബിൾ ആണ്. അതായിരുന്നു നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ തേർഡ് ക്വസ്റ്റ്യൻ പ്രകാരം
രണ്ടും ആൻസറും കറക്റ്റ് ആണ്. ഇത് തേർഡ് ക്വാർട്ടറിന് എഴുതിയാലും ഫോർത്ത് ക്വാർട്ടറിന് എഴുതിയാലും കറക്റ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ടോപ്പ് വ്യൂ ഓൺ XY ലൈൻ ആൻഡ് ഫ്രണ്ട് വ്യൂ എബോ HP. അപ്പൊ വീണ്ടും നമ്മൾ എടുത്ത് നോക്കി. ടോപ്പ് വ്യൂ ഓൺ XY ലൈൻ. ടോപ്പ് വ്യൂ XY ലൈൻ എന്ന് പറഞ്ഞാൽ അത് VP-യിലാണ്. ടോപ്പ് നോക്കുമ്പോൾ VP-യിൽ എവിടെയാണെങ്കിലും നമുക്ക് XY ലൈൻ കിട്ടും. ഫ്രണ്ട് വ്യൂ എബോവ് HP. ഫ്രണ്ട് വ്യൂ എബോവ് HP. അപ്പോൾ ഇവിടെ എവിടെയായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. സോ ഇതിന് ഫസ്റ്റ് ക്വാർട്ടറിന് എഴുതിയാലും കറക്റ്റ് ആണ്, സെക്കൻഡ് ക്വാർട്ടറിന് എഴുതിയാലും കറക്റ്റ് ആണ്. ടോപ്പ് നോക്കുമ്പോൾ ഈ പ്ലെയിനിൽ ഇരിക്കാൻ തോന്നുന്നില്ല. പ്ലെയിനിൽ ഏത് ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റിന് നമുക്ക് രണ്ട് ആൻസർ ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A', രണ്ടും XY ലൈനിന് മുകളിലാണ്. അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും XY ലൈനിന് മുകളിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക ഏത് പ്രകാരമായിരുന്നു. ഫ്രണ്ട് വ്യൂ മുകളിലാണെങ്കിൽ ഓൾവേസ് ഇറ്റ് വിൽ ബി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറിന്റെ. ടോപ്പ് വ്യൂ കൂടി മുകളിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സെക്കൻഡ് ക്വാർട്ടറിന്റെ. അപ്പൊ സെക്കൻഡ് ക്വാർട്ടറിന്റെ കറക്റ്റ് ആൻസർ. The last one, last അല്ല, സെക്കൻഡ് ലാസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് വണ്ണില് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും XY ലൈനിന് താഴെ. ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും XY ലൈനിന് താഴെ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇറ്റ് ഈസ് ബിലോ HP എന്ന് പറയാൻ പറ്റും. ബിലോ HP ആണെങ്കിൽ രണ്ട് ക്വാർട്ടേഴ്സ് ഉള്ളത്, തേർഡും ഫോർത്തും. അതിലെ ടോപ്പ് വ്യൂവും കൂടിയും താഴെയാണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ക്വാർട്ടർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് R ഈസ് ഇൻ. അപ്പൊ R നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ? R' എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാർ ശരിയാക്കിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്ത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് വീണ്ടും നമ്മുടെ പ്രൊജക്ഷൻസ് എടുത്ത് നോക്കാം. ഫ്രണ്ട് വ്യൂവില് അത് XY ലൈനിലാണ്. അപ്പൊ അതിന് മീനിങ് എന്താ? അത് HP-യിൽ എവിടെയോ ആണ്. HP-യിൽ എവിടെ വെച്ചാലും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ XY ലൈനിൽ ഇരിക്കുന്ന പോലെ ആണ്. അതെ, അടുത്ത എന്താ? ടോപ്പ് വ്യൂവിലും XY ലൈനിലാണ്. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെ വെച്ചാലും നമുക്കത് XY ലൈനിൽ ഇരിക്കുന്നത് തോന്നും. ഇപ്പൊ രണ്ടും മീറ്റ് ചെയ്യണം. വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഒരേപോലെ ഇരിക്കണം. അങ്ങനെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ. ഈ ലൈനിൽ എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. ലൈനിൽ എവിടെ വേണേ ഇരിക്കാം. അതായത് ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിനിന്റെ പോയിന്റിൽ വെച്ചാൽ അതിന് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. അപ്പൊ ആ ഒബ്ജക്റ്റ് നമുക്ക് ഏത് ക്വാഡ്രന്റാണ് പറയാൻ പറ്റുക? നമുക്കതിന് ഏത് ക്വാഡ്രന്റാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് വേണമെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയാം, സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയാം, തേർഡ് ക്വാർട്ടർ എന്ന് പറയാം, ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയാം. കാരണം 4 ക്വാർട്ടറിലും ഈക്വലി ഷെയ്ഡ് ആയിരിക്കും. ഓക്കെ, ഇന്ന ക്വാർട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 4 ക്വാർട്ടറിലാണ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. 4 ക്വാർട്ടറിന് കൊടുത്താലും അത് കറക്റ്റ് ആൻസർ ആണ്. ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത് അറ്റംപ്റ്റ് ചെയ്യാണ്ട് വിട്ടാൽ നമുക്ക് മിസ്സായി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ 5 ക്വസ്റ്റ്യൻസ്. 6 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വന്നതിലെ ഡൗട്ട്, തെറ്റിച്ച ആൾക്കാരെ ഡൗട്ട് ക്ലിയർ ആയി ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും. ഞാൻ മാർക്ക് കുറച്ച് റിലീസ് ചെയ്ത് തരാം, അപ്പൊ മാർക്ക് മനസ്സിലാവും. അപ്പോൾ മാർക്ക് തെറ്റിയുണ്ട് വെച്ചെങ്കിൽ വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റുകൾ പ്രകാരം ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, തെറ്റിയ ആൾക്കാർ എല്ലാവരും ചിലപ്പോൾ എല്ലാം ശരിയായ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, എല്ലാം ശരിയായ ആൾക്കാർ ഭയങ്കര വലിയ ആൾക്കാരാണ്. അപ്പോൾ തെറ്റിയ ആൾക്കാര് ഇപ്പൊ വീഡിയോന്റെ റെക്കോർഡിങ്, ഇന്നലത്തെ 2 വീഡിയോന്റെ റെക്കോർഡിങ് ഇട്ടുണ്ടാവുന്ന ക്ലാസ്സിൽ, അപ്പൊ അത് കാണുക. അപ്പൊ അതേപോലെ ഇതിന്റെ റെക്കോർഡിങ് ഞാൻ തരാം. ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് കാണാം. പിന്നെ നമ്മൾ തെറ്റിയ ആൾക്കാർ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് മൺഡേ ഇനി കറക്റ്റ് ഞാൻ പറയും. മൺഡേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഞങ്ങൾ ഓരോ ക്വാഡ്രൻസ് ഞാൻ പറയും. ഒരു പോയിന്റ് എബോ HP അല്ലെങ്കിൽ ബിലോ HP ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറയും. നമ്മൾ വരച്ചിട്ട് ഏത് ക്വാഡ്രന്റാണെന്ന് പറഞ്ഞില്ലേ, ഇനി ക്വാഡ്രന്റ് പറയും, നിങ്ങൾ വരയ്ക്കണം നേരെ തിരിച്ച്. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കാം. എക്സാമിന് തിരിച്ച് ചോദിക്കാം. ക്വാഡ്രന്റ് തന്നിട്ട് വരയ്ക്കാൻ പറയുക. ഇപ്പൊ നമ്മൾ വരച്ച് കണ്ടിട്ട് ക്വാഡ്രൻസ് പറഞ്ഞു നേരെ തിരിച്ചു പോയി. മൺഡേ നമുക്ക് എല്ലാവരും സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട്
റെഡി ആയിട്ടിരിക്കാം, വരച്ചു തുടങ്ങാം. ചെറുതായിട്ട്, വലിയ കാര്യമായിട്ട് എക്സാമിന്റെ ലെവലിലേക്കൊന്നും പോവില്ല. എക്സാം ലെവലിൽ കുറച്ചുകൂടി എന്താണ് കുറച്ച് ബേസ് ആക്കാൻ വേണ്ടി. ഇതിൽ ഡൗട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആരും ഗ്രാഫിക്സിന് ഡൗട്ടുകൾ ചോദിക്കാൻ പാടില്ല, കാരണം അത് നമ്മൾ അത്രയും ബേസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ മൺഡേ കാണാം. ഓക്കെ, വേറെ പ്രശ്ന ഡൗട്ടുകളൊന്നും ഇല്ല പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇൻ ബിറ്റ്വീൻ